വെൽക്കം ബാക്ക് ടു നാസ് ഇൻസെപ്ഷൻ. സോ ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോബി മഞ്ചൂരിയാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഒരു സാധനം ഉപയോഗിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോളിഫ്ലവറിനെ എന്ത് ചെയ്യുക, വളരെ ചെറുതായിട്ട് നൈസായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അരിഞ്ഞ് വെക്കാം. കണ്ടല്ലോ, ഞാൻ ഈ ഫോമാറ്റിലാണ് അരിഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ക്ലീനിങ് പ്രോസസ്സാണ്. കാരണം ഇതിനകത്ത് പല രീതിയിലുള്ള പുഴുക്കളൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളത്തോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്കിടാം. ഇട്ട് ഒരു 2 മിനിറ്റ് എന്ത് ചെയ്യുക, നന്നായിട്ട് വേവിക്കാം. സോ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടും. 100% ഷുവറാണ്. പിന്നെ ഇതിനകത്ത് ജേംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷമുള്ള അടുത്ത പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവർ ക്ലീൻ ആയി കഴിഞ്ഞു. ക്ലീനിങ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവും. സോ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറിലേക്ക് ഒരു 2 പിഞ്ച് സോൾട്ട് ഇടുക. അതിനുശേഷം ഞാനൊരു ചെറിയ ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും അതോടൊപ്പം ഒരു 3 കൊച്ചുള്ളിയും എടുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ്സ് നമ്മൾ അതിനെന്ത് ചെയ്യുക, അടച്ച് വെക്കുക. ഓക്കെ, സോ നമുക്ക് ആ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 4 ടീസ്പൂൺ മൈദാമാവും 2.5 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എന്ത് ചെയ്യുക, തയ്യാറാക്കി വെക്കുക. 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് കോളിഫ്ലവറിനെ ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൊത്തം ഫ്രൈ ആയതിന് ശേഷം ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോസ് തയ്യാറാക്കി ആ സോസിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറിന് ഇടുകയാണ്. അതിനായിട്ട് ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 2 സാമ്പാർ മുളകുണ്ടല്ലോ അത്, പിന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു കുഞ്ഞ് സവാള എടുക്കും. നമ്മളിത് കട്ട് ചെയ്യുന്ന ടൈമിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും അതോടൊപ്പം പച്ചമുളകും ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി സാമ്പാർ മുളകും അതോടൊപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ചതുരത്തിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അരിഞ്ഞ് വെക്കേണ്ടത്. ഇത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിൽ 2ആയിട്ടാണ് ഇടുന്നത്. സോ 2ആയിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് പുഴുങ്ങി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് സോസായിട്ട് എടുത്ത് വെക്കുക. ഇനി ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ കുറച്ച് സവാള എന്ത് ചെയ്യുക, ഇതിലേക്കിട്ട് അതും കൂടെ നന്നായിട്ട് സോട്ട് ചെയ്യിക്കുക. സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്യിക്കുക. സോ ഇത് ബോയിലായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യിച്ചിട്ട് ഇത് ചൂടാക്കാം. കുറച്ചിതായി ഈ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാമ്പാർ മുളകും ബാക്കി സവാളയും കൂടി ഇതിലേക്ക് ഇടുക. ഇട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യാം. അടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നാരങ്ങ നീരാണ്. ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം സൈസിലെ നാരങ്ങ. അതിൻ്റെ നീര് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് ഏകദേശം ഇതുപോലെ വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഇതുപോലെ നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട്. ഗ്രേവി നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറിനെയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഹോംലി ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ബോയിലായിട്ട് വരുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. സോ ഹോംലി ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സിന് ശേഷം നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും വളരെ യമ്മിയാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു
ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കണം. സോ പുതുതായിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ അറ്റ് ദ ടൈം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ താങ്ക് യു ഓൾ. വി വിൽ ബാക്ക് വിത്ത് അനദർ വീഡിയോ.